നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നു ജൂലൈ 16 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈൻ നമ്മുടെ പത്രങ്ങളിലെ എല്ലാത്തിലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്തുകൂടെ? ശരിക്കും ഇന്ത്യ ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വളരെ ശക്തമായ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? നമ്മുടെ സഹോദരി അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ആ ജയിലിൽ കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസവും അവരിനി എണ്ണി എണ്ണി തീർക്കേണ്ട ഒരു അവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പം അത് ലാസ്റ്റ് ഒരു ഫൈനലാക്കി നിർത്തിയിരിക്കുന്നു. അത് ശരിക്കും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ വളരെ സന്തോഷമായിരുന്നു. ഇത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ വധശിക്ഷ എനിക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത് വളരെ വല്ലാത്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ പേര് എത്രയോ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് ജയിലിലൊക്കെ കിടപ്പുണ്ട്. നമ്മൾ പറയുന്ന അവർക്കും വധശിക്ഷയൊന്നും വേണ്ട. ശിക്ഷകൾ വേണം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യണം. കാരണം പാവപ്പെട്ട ആ സഹോദരി അവരെന്ത് വിഷമിച്ചിട്ടുണ്ടാവും. അവർക്ക് അന്നേരം ഒരു ആക്സിഡൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കാണുമോ ഇല്ലയോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ അവരുടെ ജീവനൊന്ന് സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോവും. നമ്മുടെ പ്രിയ സഹോദരിയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും രീതിയിൽ എല്ലാവരും ഒന്ന് ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ട് ഒന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു സംവിധാനം ചെയ്യണം.